ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു പ്ലാനുമായിട്ടാണ്. ഓൾറെഡി ഞാനൊരു തവണ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഫെയിലായി. അതുപോലെ തന്നെ ഞാനൊന്നും കൂടെ വന്നേക്കാണ്, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ. ഇന്ന് ജനുവരി 1 എൻ്റെ ഈ ആഗ്രഹം സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. നടക്കുമെന്നുള്ള പൂർണ്ണബോധ്യമൊന്നുമില്ല, എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് 82 kgs ആണ് ഇന്നുള്ളത്. അതിലേക്ക് എൻ്റെ ഒരു ഡ്രീം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 kg ഓർ 58 kg എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് വർഷങ്ങളായി എൻ്റെ സ്വപ്നത്തിലെ ഇതേ വെയിറ്റ് തന്നെയാണ്, ഒരിക്കലും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു 12 ഇയേഴ്സൊക്കെ ആയിട്ട് എനിക്ക് എങ്ങനെ വന്നാലും എൻ്റെ വെയിറ്റ് 70 kg എബോവ് ആണ്. പിന്നെ ഡേ ബൈ ഡേ എന്ന് പറഞ്ഞ പോലെ വെയിറ്റ് കൂടുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ലെവല് എൻ്റെ ബോഡിയിലാണ് കാണിക്കുന്നത്. എൻ്റെ ഈ സ്വപ്നം എന്നെങ്കിലും നടത്തും, ഞാൻ നേടിയെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്തവണ ഒരു ചാൻസ് കണ്ടത്, മെയിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം വരുന്നുണ്ട്. അന്നത്തെ അറ്റ്ലീസ്റ്റ് ഒരു 10 kg എങ്കിലും എനിക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒപ്പം ഇതിൽ കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും നമുക്ക് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ മാക്സിമം വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യും. എത്ര പേര് അതിൽ പങ്കെടുക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും കൂടണം. നമുക്ക് രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ളൊരു ഡയറ്റ് പ്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡയറ്റും എക്സസൈസും. കാരണം പിള്ളേരെ നമുക്ക് സ്കൂളിൽ വിടാനുണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടാനുണ്ട്, നമുക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ജോലി ഇഷ്ടം പോലെ ആയിരിക്കും അവരെ പോയി വിട്ടാൽ തന്നെ. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്കൊന്ന് നമ്മുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്വപ്നത്തിലെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു 10 kg കുറയുക. അത് എൻ്റെ ഹെൽത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എനിക്കിപ്പം 82.1 ഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വെയിറ്റിൽ നിന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് 70 kg എങ്കിലും എത്താൻ വേണ്ടി ഞാനൊരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിലേതായാലും ഞാൻ ഒബേസിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ അതായത് 35 എബോവിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അത് അറ്റ്ലീസ്റ്റ് 25 എങ്കിലും എത്തിച്ചാലേ ഞാൻ നോർമൽ വെയിറ്റിലാണെന്നെങ്കിലും പറയാൻ പറ്റും. നോർമലല്ല, എൻ്റെ നോർമൽ ലെവലെങ്കിലും ആവുകയുള്ളൂ. എനിക്കിപ്പം ഓരോ വർഷം കൂടുന്നതും പ്രായം വരികയാണ്. കാലിന് വേദന, കൈക്ക് വേദന, ഫാറ്റിഗ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ തളർത്തുന്നുണ്ട്. ഇന്ന് കാലുവേദന, നാളെ മുട്ടിൻ്റെ അവിടെ വേദന, എല്ലായിടത്തും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് ഓവർകം ചെയ്യുന്നത് ഒരുപാട് ആഗ്രഹിക്കും. പക്ഷേ ഞാനിപ്പം എൻ്റെ ഒപ്പം ഡെലിവറി കഴിഞ്ഞ ആളുകളെയൊക്കെ കണ്ടിട്ടില്ല, അവർ ഫാസ്റ്റായിട്ട് അവർ സ്ലിം ആയിട്ടുണ്ട്. കൺസിസ്റ്റൻസി കൊണ്ടാണോ അവരുടെ വർക്കൗട്ട് കൊണ്ടാണ്. പക്ഷേ പലരോടും ചോദിച്ചപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി കുറഞ്ഞു എന്ന്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു 2 kg ഒക്കെ മാക്സിമം 2 month കൊണ്ടൊക്കെ കുറയുള്ളൂ. അത് എന്നെ കാണുന്ന ആർക്ക് തിരിയത്ത് പോലുമില്ല. അങ്ങനെ ഒരു കഷ്ടപ്പാടോ അധ്വാനോ എന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ പട്ടിണിയാന്ന് പോലും അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ എനിക്കൊരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കും. ഞാൻ രാവിലെ, അതായത് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 31 തൊട്ട് തീരുമാനിച്ചാണ് എന്നെക്കൊണ്ടാവും വിധം. അപ്പം ഞാൻ ഇന്ന് രാവിലെ കഴിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിയ സീഡിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടു. കാരണം ചിയ സീഡ് പൊതുവേ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ലോ BP ആവാറുണ്ട്. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുടിച്ചത്. അതിന് ശേഷം ഞാനൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഞാൻ ജസ്റ്റ് ഗോതമ്പും തേങ്ങയും അരിപ്പൊടിയും കൂടിയിട്ട് അടയും പിന്നെ ഒരു എഗ്ഗുമാണ് കഴിച്ചത്. എനിക്കറിയാം വെജിറ്റബിൾസൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെന്ന്, പക്ഷേ എനിക്കെന്താ അറിയില്ല, വെജിറ്റബിൾസ് കഴിക്കാനേ പറ്റുന്നില്ല. പക്ഷേ ഇനി ഞാൻ അത് പയ്യെ ആഡ് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയായപ്പം കുറച്ച് മുന്നേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു കേക്കിൻ്റെ കുഞ്ഞ് പീസും, അത് നമുക്ക് അവിടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഒരു ഗ്ലാസ് മോരും വെള്ളമാണ് കുടിച്ചത്. പക്ഷേ എനിക്കിപ്പം ഫുൾഫില്ലായ ഒരു ഫീലിംഗ് ഉണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 4:30 ആകുമ്പോഴേക്കും എൻ്റെ ഫുഡ് നിർത്തണം. ഇനി എനിക്ക് പറ്റിയില്ല എങ്കിൽ ഞാൻ വിചാരിക്കും ഒരു നാരങ്ങ വെള്ളവും കൂടെ കുടിക്കുക, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നന്നായിട്ട് കുടിക്കുക. ഇതാണ് ഞാൻ കണ്ട മാർഗം എൻ്റെ വിശപ്പ് നിർത്താൻ വേണ്ടി. അതുകൂടാതെ ഇന്ന് രാവിലെ ഞാൻ കറക്റ്റ് 5:30 ആയപ്പോൾ എണീറ്റു. എന്നിട്ട് ഞങ്ങൾ ഒരു 6:45 വരെ നടക്കാൻ വേണ്ടി പോയി. അതിലെനിക്ക് എത്ര സ്റ്റെപ്പാണ് വന്നതെന്ന് വെച്ചാൽ 4000 എബോവ് സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000 സ്റ്റെപ്സ് എല്ലാ ദിവസവും ആക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഒരുമിച്ച് എത്ര പേരുണ്ടാവും എൻ്റെ ഒപ്പം ഇത് കൂടാൻ. എനിക്കറിയാം ഒരുപാട് പേര് എന്നെ പോലെ തന്നെ സഫർ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ പോയി, എവിടെയും XXL XXL ഇല്ല. കാരണം എന്താ, XXL ഡ്രസ്സിന് അത്ര ആവശ്യക്കാരാണ്. നമ്മളെപ്പോലെ ഫാറ്റായിട്ട് വന്നേക്കാണ്. എന്ത് ചെയ്യാൻ, എങ്ങനെ വന്നാലും നമുക്കത് ചെയ്യണം. ഇത് മാത്രമല്ല, നമുക്ക് വാട്ടർ ഇൻടേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നന്നായി വാട്ടർ ഇൻടേക്ക് ചെയ്ത് ഷട്ടിൽ കളിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് ബോഡിക്ക് നല്ല ഫ്ലെക്സിബിൾ ആയ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പം ഡിസംബർ ആയപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റോപ്പ് ചെയ്യാൻ, നല്ല തണുപ്പായി. ഞങ്ങളുടെ വീട് വയനാടാണ്, അന്നിപ്പം തണുപ്പായി. പിന്നെ പെട്ടെന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ച് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിയാലോ നമുക്കത് കംഫർട്ടാവില്ല. നമുക്ക് കംഫർട്ടാവുന്ന ലൂസ് ഡ്രസ്സ് ഇട്ടാലോ അവർ അയ്യോ എന്തൊരു വണ്ണ, എന്തൊരു കോല ആയേക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ ഇങ്ങനെ തമാശക്കാണെങ്കിലും അടുത്തൂടെ പോകുന്നവർ പറയും, ഏത് റേഷൻ കടയിലെ അരിയാ, അത് തന്നെയല്ലേ കൊച്ചിന് കൊടുക്കുന്നത്, എൻ്റെ അടുത്ത് എന്താ കൊച്ചു വണ്ണം വെക്കാത്തേ? ഇതൊക്കെയാണ് അവരുടെ പരിഭവങ്ങൾ. പക്ഷേ നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളാണെങ്കിലോ റിലേറ്റീവ്സ് ആണെങ്കിലോ എല്ലാവരും വളരെ മെലിഞ്ഞിട്ടായിരിക്കും. ദൈവം തന്ന അനുഗ്രഹം പോലെ നമുക്ക് മാത്രം ഏറ്റവും കൂടുതൽ വണ്ണവും വെച്ചിട്ടുണ്ടാവും. ഇതിനെ ഓവർകം ചെയ്ത് എൻ്റെ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാമെന്ന് മാത്രമേ എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ. ഇതിനൊപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം കൂടണം. പിന്നെ ഇതേ വിഷമങ്ങളുള്ള ആളുകൾ ഈ വീഡിയോ ആരെങ്കിലും ഒരു 3 പേര് കണ്ടിട്ട് ആ 3 പേരിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ല ആം ഫാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്പർ ബോഡി ഭയങ്കര ഹെവിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുട്ടിന് നല്ല വേദനയാണ്, കാലിൻ്റെ മുട്ടിന്. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇരുന്ന് കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പം നല്ല പെയിൻഫുള്ളാണ് കാല്. ഇപ്പം ഇപ്പം ഞാൻ കാൽസ്യം ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസമാണ് അതെടുത്താൽ ജോയിൻറ്റിനൊക്കെ നല്ല ബലം വരും എന്നുള്ളത്. നമുക്ക് എങ്ങനെ വന്നാലും ഒരു പ്രോപ്പർ പ്ലാനോടുകൂടി നമുക്ക് ഇനി മുമ്പോട്ട് ഓരോ ദിവസം പോകണം. ഇന്ന് January 1, ജസ്റ്റ് നമ്മളെല്ലാവരും ഇന്നലെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു നേരത്തെ ഫുഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 4:30 വരെയും ഫുഡ് കഴിച്ച് ബാക്കി നമുക്ക് മോരും വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട്, എനിക്കറിയാം അൺഹെൽത്തിയാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ എങ്കിൽ പോലും നാളെ മുതൽ എൻ്റെ ഡയറ്റ് ചാർട്ടിൽ ഞാൻ ഉറപ്പായിട്ടും വെജിറ്റബിൾസ് ആഡ് ചെയ്യും. അതാണ് ഞാൻ ഇന്നത്തെ. പിന്നെ അതുപോലെ തന്നെ ഒരു ഇച്ചിരി ചെറുപയർ പുഴുങ്ങി കഴിച്ചിരിക്കും, പ്രോട്ടീനും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പുതിയ തീരുമാനം. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ സ്വപ്നത്തിലേക്ക് നീങ്ങാൻ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. എന്നാൽ സ്റ്റോപ്പ് ചെയ്തതെന്നറിയില്ല, എന്നാലും അതുവരെയും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും എനർജി കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കൂടാലോ, എനിക്ക് സാധിക്കും എന്നൊക്കെ ശ്രമിക്കുക. പിന്നെ ജസ്റ്റ് നമ്മൾ നടക്കാൻ പോകുമ്പം ഹാൻഡ് ട്വിസ്റ്റ് ചെയ്യുക, ആം ട്വിസ്റ്റിങ് ചെയ്യുക. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ വരുന്ന വർക്കൗട്ട്സ് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അത് മാക്സിമം ചെയ്യുക. ഞാൻ ചെറുതൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതാണോ ചെയ്യുന്നത് അത് എനിക്ക് കംഫർട്ട് എത്രമാത്രം ആവുന്നുണ്ട് അതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം നമ്മൾ ഫസ്റ്റിലേ ഇത് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡി പെയിൻ ആയിരിക്കും. ഞാൻ പറയുന്നത് 80 എബോവ് വെയിറ്റ് ഉള്ളവരുടെ കേട്ടോ, ഹൈറ്റും എൻ്റെ ഒപ്പം 158 നിൽക്കുന്നവർക്ക്, കാരണം അവർക്ക് പെയിൻഫുൾ ആയിരിക്കും. പക്ഷേ BMIക്ക് അടുത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അങ്ങനെയുള്ള എത്ര പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ ഒപ്പം ഈ യാത്രയിൽ കൂടാനുള്ള ആഗ്രഹമുള്ളവർ ഇന്ന് ജസ്റ്റ് എന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എന്താ നിങ്ങളുടെ ഫീലിങ്സ് എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞത്
വളരെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അനുഭവിച്ച വേദനകൾ, മറ്റുള്ളവർ പറയുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആ ഡ്രീം അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ ഞാൻ ഈ പറയുന്ന സംസാരത്തിലുണ്ട്. ഒന്നുമില്ലെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും. അപ്പം എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാവുക. നാളെ കാണാം. ബൈ.